ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്ന CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ നോട്ടിഫിക്കേഷൻ കുറച്ച് നേരത്തിന് മുന്നെയാണ് PSC പുറത്തുവിട്ടത്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തുടക്കം തൊട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണ്. സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ഗസറ്റഡ് പോസ്റ്റ് ആണ് CDPO അഥവാ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. സ്കെയിൽ ഓഫ് പേ, ഏറ്റവും ലേറ്റസ്റ്റ് സ്കെയിൽ ഓഫ് പേ 50,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി. 1,05,300 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. 50,200 മുതൽ 1,05,300 വരെയാണ്. നല്ല സ്കെയിൽ ഓഫ് പേ ഉള്ള റെപ്യൂട്ടഡ് ജോബ് ആണ്. വേക്കൻസി ആണ് എല്ലാവരും നോക്കിയിരുന്നത്. ഇതുവരെ വേക്കൻസി PSC പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ്. കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ വേക്കൻസി എത്രയുണ്ടെന്ന്. ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്രയാണ് ഏജ് ലിമിറ്റ്? ഏറ്റവും ലേറ്റസ്റ്റ് ഏജ് ലിമിറ്റ് അനുസരിച്ച് 25 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ. ശ്രദ്ധിക്കുക, 2/1/1981 1/1/2001 ഇടയ്ക്ക് ജനിച്ച ആൾക്കാരായിരിക്കണം. അപ്പൊ ഇനി അങ്ങനെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടല്ലോ, അങ്ങനെ ഒരു എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചു പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. 24 ആയി, 24 ആയുള്ളൂ. 25 വയസ്സിന്, അതായത് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പം 25 വയസ്സും 45 വയസ്സ് കഴിയാനും പാടില്ല. 25 വയസ്സ് തികഞ്ഞിരിക്കണം, 45 വയസ്സ് കഴിയാൻ പാടില്ല. കൃത്യമായിട്ട് ഡേറ്റ് നോക്കുക. 2/1/1981 1/1/2001 ഇടയിൽ ജനിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപേക്ഷിക്കാം. ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, റിലാക്സേഷൻ ഉള്ളവരുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവർക്കും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്? മാസ്റ്റർ ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോം സയൻസിലോ, സോഷ്യൽ വർക്കിലോ, സോഷ്യോളജിയിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നേ പറയുന്നുള്ളൂ. അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാവാം, അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, ഓർത്തു വെക്കേണ്ട ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോയിൽ നിന്ന് പഠിച്ചവർക്ക് പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കും. ഇഗ്നോ എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്, അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയാണ്. സോ ഇഗ്നോയിൽ നിന്നും PG എടുത്തിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. ഇനി ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അംഗീകരിച്ചിട്ടുള്ള, അതായത് ഈ പറയുന്ന കൂട്ട് തന്നെ ഇഗ്നോ ആണെങ്കിലും ഓക്കെയാണ്. ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിന്നും എടുത്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് അവര് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം PG ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 25-നും 45-നും വയസ്സ് ഇടയ്ക്കുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഡിഗ്രിക്കാർക്ക് പറ്റില്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി എല്ലാവരും ചോദിക്കുന്ന കൊണ്ട് തന്നെ സിലബസ്, നമുക്ക് നിലവിലുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാം നടന്നത് 2022-ലാണ്. 2020-ലായിരുന്നു കാറ്റഗറി നമ്പർ, അതായത് നോട്ടിഫിക്കേഷൻ വന്നത്. ഇൻ കേസ് സിലബസ് മാറുവാണെങ്കിലും വലിയൊരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സോഷ്യോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസിൽ നിന്നും 25 മാർക്ക് വെച്ചിട്ടാണ് ഇപ്പം നിലവിൽ സിലബസ് ഉള്ളത്. ഇത് സിലബസ് ചേഞ്ച് ആവുകയാണെങ്കിൽ ICDS സൂപ്പർവൈസറിന്റെ സിലബസുമായിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് സിലബസുമായിട്ട് ഒന്നൊത്തു നോക്കി ചേഞ്ച് ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഞാനൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് CDPOയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ കുറെ കുട്ടികൾ ജോയിൻ ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 999 രൂപയാണ് ഫീസ്. ഈ കോഴ്സിനകത്ത് കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്, അതിന്റെ PDF നോട്ട്, റിവിഷന്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, ഇത്രയും ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇനി ഒട്ടും സമയം കളയണ്ട. നോട്ടിഫിക്കേഷൻ വരാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തതെങ്കിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇൻ കേസ് സിലബസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ സിലബസ് ചേഞ്ച് ചെയ്ത് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക്, ഞാൻ ഫുൾ ഡീറ്റെയിൽസും വാട്സ്ആപ്പ് നമ്പറും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക, CDPOക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചിട്ട്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക, ഇന്നു മുതൽ 1/7/2026 വരെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.